പേപ്പറിൽ എൻറ്റർ ചെയ്തതും ആ ഡാൻസും ആ പാട്ടും അതുപോലെ തന്നെ കനിയുടെ ഡ്രസ്സും കനിയുടെ ബാഗും പലസ്തീൻ സിംബൽ ഉണ്ടായിരുന്ന ബാഗ് വളരെ ശ്രദ്ധ ആകർഷിച്ചു. അത് ഇതുപോലെ ഒരു ചർച്ചാ വിഷയമാണെന്ന് തോന്നി. ഡാൻസൊന്നും ചർച്ചാ വിഷയമാണെന്ന് വിചാരിച്ചിരുന്നില്ല. ഇതും ചർച്ചാ വിഷയമാവുന്നത് ഇങ്ങനെ കാരണം ഒന്നത് ഞാനല്ല, ഒരുപാട് പേര് അങ്ങനെ പാലസ്തീൻ ഐക്യദാർഢ്യം തന്നെ അവിടെ വന്ന പല ആർട്ടിസ്റ്റുകളും അവരുടെ റെഡ് കാർപ്പറ്റ് സമയത്തും അല്ലാതെയൊക്കെ കാണിച്ചിരുന്നു. പിന്നെ വർക്കിംഗ് സ്പേസിൽ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനുള്ള ഒരു ജസ്റ്റർ കുറേ പേര് ആ വേദി അതിനുപയോഗിച്ച് പല ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. പിന്നെ ഫ്രാൻസിൽ ഫെസ്റ്റിവലുകൾ നടക്കുന്ന അവിടെ ആളുകൾക്ക് കറക്റ്റായിട്ട് വേതനം ക്രൂവിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജ്, അത് ഇതൊക്കെ ഒരു പലതിനും അവിടെ ഒരുപാട് പേര് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്നെ അങ്ങനെ ഒരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നില്ല ഈ ഒരു രീതിയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതൊരു ഇങ്ങനെ ഒരു ക്ലച്ചൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മറ്റേ ആ ആക്ട്രസ് ഉണ്ടല്ലോ കേറ്റ് ബ്ലൻഷെറ്റ്, അപ്പോൾ അവരുടെയും വേറെ രീതിയിലൊക്കെ ഇങ്ങനെയാണ് അവർ ആലോചിച്ചെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ലോകം കുറച്ചും കൂടി അങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ആ രീതിയിൽ ചിലപ്പോൾ എന്നെ നോക്കിയത് അങ്ങനെ അതൊന്നും. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നില്ല ഇത്രയ്ക്കധികം. ഒന്ന് നമുക്കതൊന്നും ഒന്നും അല്ലെങ്കിൽ സമയമില്ല. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഓരോരോ ഇൻ്റർവ്യൂ റെഡി ആവണം അങ്ങനെയൊന്നും ഇത്രയ്ക്കൊന്നും ആലോചിച്ചിരുന്നില്ല. ആകെ എനിക്ക് എൻ്റെ ടീമിന് ആക്ച്വലി ഇത് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകാൻ പോലും ഇരുന്നതല്ല. അവസാനം പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, എനിക്കറിയാം ഞങ്ങളുടെ എല്ലാവരും ടീമിലെ എല്ലാവരും ചിലപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം പറയാൻ താല്പര്യമുള്ളവരാണ് എന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ എൻ്റെ ടീമിലെല്ലാവരോടും പറയാം, നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചെയ്യണം അങ്ങനെ ചോദിക്കാം വിചാരിച്ചിരുന്നപ്പോൾ അവിടെ നിന്നുള്ള ഫെസ്റ്റിവലിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ്. അപ്പോൾ കൂടെ ഉള്ള ഒരു ആക്ടർ ഇങ്ങനെ അവൻ എന്തൊക്കെ പ്രോട്ടോക്കോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ വിചാരിച്ചു ചിലപ്പോൾ ഹീ വോണ്ട്സ് ടു ഡു അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുമോ അന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു. അവർ പറഞ്ഞു ഫെസ്റ്റിവൽ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും, അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നല്ല കാര്യം, പിന്നെ വേണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ രണ്ടല്ലാത്തൊരു സ്ഥലം പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇനി ടീമിലുള്ള എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് പ്രഷർ ആവുന്നത്, ആർക്കൊക്കെയാണ് വേണം പക്ഷെ വേണോ ഇങ്ങനെയൊക്കെ ആവോ എന്ന് വെച്ചാൽ ഞാൻ ഓക്കെ എൻ്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ ഉത്തരവാദിത്തം എടുക്കാം, ആരും അറിയണ്ട. പക്ഷേ തലേ ദിവസം ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അവിടെ ഉള്ളവരിങ്ങനെ പറഞ്ഞു വി ഷുഡ് ഹാവ് ഇങ്ങനെ പാലസ്തീൻ ഐക്യദാർഢ്യം പറയാതിരിക്കുന്നത് വളരെ മോശമാണ്, എനിക്ക് ശരിക്കും പറയണം. അപ്പം അവിടെ അവരെല്ലാവരുടെയും കയ്യിലൊരു പാലസ്തീൻ ഫ്ലാഗിൻ്റെ സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ മേടിച്ചു. ചിലരൊക്കെ ദേഹത്തൊക്കെ ഒട്ടിച്ചിരുന്നു. നമ്മുടെ ടീമിലുള്ളവർ ചിലർ ഫോണിൽ ഒട്ടിച്ചിരുന്നു. പക്ഷെ എല്ലാവരും ആക്ടേഴ്സ് മാത്രമല്ല റെഡ് കാർപ്പറ്റിൽ നടന്നു, വേറെ ക്രൂവും ഞങ്ങൾ കുറേ പേര് പോയിരുന്നു. അപ്പോൾ അവർ കുറേ പേര് അതൊന്നും ഇത്ര ശ്രദ്ധ ഇപ്പം നേരത്തെ വെച്ചില്ലേ ആക്ടർ ശ്രദ്ധ ആക്ടേഴ്സിനെ ശ്രദ്ധ കൊടുക്കാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല അന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ടീമിൽ തന്നെ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ആശയം ഉണ്ടായിരുന്നവരാണ്, അല്ലാണ്ട് ഞാൻ മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് എൻ്റെ മേലിൽ ഇങ്ങനെ വരും അങ്ങനെ വിചാരിക്കുന്നില്ലോ, ഞങ്ങളെല്ലാവരും കൂടെ എന്നുള്ള പോലെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നില്ല. ഞാൻ ചോദിച്ചു ആ ഫെസ്റ്റിവൽ ഇനി എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അപ്പം ഞാൻ പറയുന്നത് എൻ്റെ മാത്രമാണ് ഇവർ എന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. ആ ഫെസ്റ്റിവൽ ഡയറക്ടർ അത്ര ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പിന്നെ പറഞ്ഞില്ല, ആരുടെ വേണ്ട പറയണ്ട. ഓക്കെ. അതെന്ത് ഞാൻ കാണിച്ചല്ല, അവിടെ ഫ്രണ്ടിൽ എൻ്റെ ഫ്രണ്ട് റോയിൽ ഇരുന്ന് എല്ലാവരും കൂടി ആ ക്യാമറ എന്തോ വരും തോന്നുന്നു ഈ റിയാക്ഷൻ. അപ്പോൾ അവരെല്ലാം പറഞ്ഞു അതൊന്നും ഞാൻ അപ്പം സിനിമ ഞാൻ ആദ്യമായിട്ട് കാണാം, അപ്പം അതുകൊണ്ട് ഞാൻ അതിലിരിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്ന് കാണിക്കുമോ പ്ലീസ് പ്ലീസ് എന്ന് എല്ലാവരും പറഞ്ഞു യു മസ്റ്റ് ഷോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് മൊത്തം ചുറ്റിരുന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടും കൂടിയാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് അപ്പം ഇങ്ങനെ കാണിക്കണം ഓർക്കണം എന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ. അപ്പം അതുകൊണ്ട് കാണുക അത് എൻ്റെ ഓർത്ത് ഞാൻ ചെയ്തതല്ല. നമ്മൾ തന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ഇൻ മൈ ഹാൻഡ്. നോർമലി നമ്മൾ പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു, പക്ഷെ അവരിങ്ങനെ ചോദിച്ചോണ്ട് എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റിന് ശേഷം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഒന്നും പറയരുത്. ഇനി അവസരം എല്ലാ തവണയും ഓർത്തതിൽ പറയണം സ്റ്റേറ്റ്മെന്റ് ഉള്ള ഒരാളാണ്. അതായത് അവാർഡ് കിട്ടിയ സമയത്ത് അങ്ങനെ എന്താ പറയുക, ഇതിപ്പോ ആക്ച്വലി ഞാൻ ഇന്നാണ് ഓർക്കുന്നത്. ഒരുപാട് പേര് ചോദ്യം ചോദിക്കാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് 2 ഫിലിം ഫെയർ അവാർഡ് കിട്ടിയിരുന്നു, അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല.
അത് കേരളത്തിലെ സ്റ്റേറ്റ് അവാർഡ് കേരളത്തിലുള്ളവർ ശ്രദ്ധിച്ചു, ഫിലിം ഫെയർ അവാർഡ് 2 നോർത്തിലുള്ളതായിരുന്നു, അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അല്ല, സ്റ്റേറ്റ് അവാർഡ് എനിക്കത് അങ്ങനെ PK റോസിയുടെ പേരിൽ ആ അവാർഡ് ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു തോന്നി. വേറൊന്നുമല്ല, ഇപ്പൊ ഞാനൊരു നടി ആണെങ്കിലും PK റോസിനെ പറ്റിയിട്ട് അറിയുന്നു, പക്ഷെ അത് ഉള്ളിൽ അങ്ങനെ കിടന്നില്ല, പിന്നെ വിട്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മളത് മറന്നു പോകുന്നു. ആ ഒരു ചരിത്രം അത്രയും പ്രാധാന്യം ഉണ്ട് അതിന്. അപ്പോൾ ചരിത്രത്തിന് പ്രാധാന്യം ഉണ്ടെന്നല്ല, അതിൻ്റെ റിയാലിറ്റി ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ റിയാലിറ്റി ചിലപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ടാവും ഒരു ഡേ ടു ഡേ ബേസിസ്. പക്ഷേ ഈ ചരിത്രം തുടങ്ങിയപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ അങ്ങനെ ചിലപ്പോൾ ഞാനും നടിയാണെങ്കിൽ ഞാൻ ആലോചിക്കാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്കൊന്ന് WCCയുടെ ഒരു മീറ്റിങ്ങിൻ്റെ സമയത്ത് PK റോസി ഒരു ഫിലിം സൊസൈറ്റി ഉള്ള കുറേ ചേച്ചിമാരൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചപ്പോൾ അവർ അന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനൊക്കെ ഇങ്ങനെ ആയിട്ടും മറന്നു പോലോ എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ അത് ഉള്ളിൽ കിടന്നത് കൊണ്ട് അത് ഉണ്ടായപ്പോൾ കേരളത്തിലാണല്ലോ അത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ അവിടെ അത് പറഞ്ഞു എന്നുള്ളൂ. അല്ലാണ്ട് കിട്ടുന്ന ഇപ്പോഴും ഞാൻ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെ ഒരാളായിട്ട് തന്നെ ഒന്നതല്ല ഞാൻ. അതുകൊണ്ട് അത് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിന് പോകുമ്പോൾ എന്തോ ഒരു നമ്മളിത് ആലോചിക്കാതിരിക്കാൻ എല്ലാ ദിവസവും കാണാണല്ലോ, അതുകൊണ്ട് അത്രയും ഉള്ളതുകൊണ്ട് അപ്പം ഒരുപാട് കാര്യങ്ങൾ അതുപോലെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലതായിരിക്കും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത്, ചില സമയത്ത് എല്ലാം ബാധിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ലോകം തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലാവുന്നതുകൊണ്ട് അത് വരുന്നത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതുണ്ടാവുമ്പോഴും ആ സമയത്ത് ഇത് പറയും അങ്ങനെ ഒരു ഇതുണ്ടോയെന്ന് എനിക്ക് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നു. പക്ഷെ അപ്പം ഞാൻ ഓർത്തിട്ട് ഇപ്പം ഞാൻ എനിക്ക് അങ്ങനെ ഇല്ല ശരിക്കും. അങ്ങനെ പലയിടത്തും ചിലപ്പോൾ അങ്ങനെ വേദികളൊക്കെ ഉണ്ടായിരുന്നു കാണും. അപ്പം ചിലപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ഇതിപ്പം ഇത് രണ്ടും അങ്ങനെ ഇത് ഈ ഒരു PK റോസിയുടെ ഈ ഒരു ആ ചേച്ചിമാർ സംസാരിച്ചുകൊണ്ടാണ് എൻ്റെ മനസ്സിലാതെ അങ്ങനെ കിടന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കിപ്പോൾ ഞാനല്ല വേറൊരാൾ പോയത് പറഞ്ഞ നല്ലതാണ്, ആരെങ്കിലും പറഞ്ഞ നല്ലതാണ്, അപ്പം അതുകൊണ്ടെങ്ങാനും ഇപ്പോഴത്തെ ഗവൺമെൻറ്റോ ആരെങ്കിലും അത് മാറ്റിയാൽ നല്ലതായിരിക്കുമല്ലോ. അപ്പം ആ പേര് കൊണ്ടെങ്കിലും ആളുകൾ അതെന്താ എന്നാലോചിച്ചിട്ട് ചിലപ്പോൾ ചരിത്രമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റിയാലിറ്റിയോ തിരിച്ചറിയാതെ ആ ഒരു പ്രിവിലേജിൽ ജീവിക്കുന്ന, ഞാനാണെങ്കിലും അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഓർക്കുമല്ലോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അപ്പം ഒരു ഡേ ടു ഡേ ബേസിൽ അത് ആലോചിക്കുന്നത് നല്ലതാണ് എന്നുള്ള രീതിക്കാണ് അത് പറഞ്ഞത്. ആ സമയത്തുണ്ടായ ഡിസ്കഷൻ അങ്ങനെ തന്നെയായിരുന്നു. അതായത് PK റോസി എല്ലാവരും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും മറന്നു എന്നുള്ളൊരു ഒരു സമയത്ത് എല്ലാവരെയും റിമൈൻഡ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. അത് പക്ഷെ എൻ്റെ എനിക്കെല്ലാം ക്രെഡിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫിലിം സൊസൈറ്റിയിലെ ചേച്ചിമാർ അവർ WCCയുടെ മീറ്റിങ്ങിൽ ഞാനാണെങ്കിലും പണ്ട് വായിച്ചപ്പോഴും ഇടയ്ക്ക് പറയുമ്പോഴും ഓർക്കുന്നു. അല്ലാണ്ട് അത് ഈ ചേച്ചിമാർ സംസാരിച്ച ശേഷം അല്ലാണ്ട് തന്നെ അതിങ്ങനെ ഉണ്ട് എപ്പോഴും. അപ്പം ഞാൻ ചോദിച്ചു, അവരുടെ കൂടെ സംസാരിക്കാനും അതറിയുന്ന എല്ലാവരും ഉണ്ടാവില്ലല്ലോ എപ്പോഴും സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും. അതൊരു ഒക്കേഷൻ ഉണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു, സ്റ്റേറ്റ് അവാർഡ് ഈ പറഞ്ഞ പോലെ വളരെ കേരളത്തിലുള്ളവർ അത് ഉള്ളത് കൊണ്ടും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നതുകൊണ്ടും ആ ഒരു പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലെങ്കിലും ആളുകൾ അത് വായിക്കുകയും അതുപോലെ ഇത് എന്താണ് നമ്മുടെ റിയാലിറ്റി, ഇതെന്താണ് ആക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നടിമാരെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഇവിടെ, ചില ഒരു ജനത തന്നെ ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ ആലോചിക്കാൻ ചിലപ്പോൾ അതുകൊണ്ടെങ്കിലും പറ്റിയെങ്കിൽ പറഞ്ഞോ, ഞാൻ ഉത്തരം പറഞ്ഞോ. ഞാൻ എപ്പോഴും ഇങ്ങനെ പലയിടത്ത് പോവാം, അത് കാരണം എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ പലസ്തീൻ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തു പറഞ്ഞു. എന്തുകൊണ്ടാണ് പലസ്തീനോട് എന്നൊരു സബ്ജക്ട് പലസ്തീനിൽ നടക്കുന്ന വിഷയത്തിൽ അഫക്ട് ചെയ്തതെന്ന്? അതിപ്പോൾ ആരെ അധിനിവേശപ്പെട്ട് വന്നാലും ആ ഇപ്പുറത്ത് നിൽക്കുന്നവരത്തായിരിക്കും കൂടുതൽ നമുക്ക് വരിക. പക്ഷേ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി യുദ്ധത്തിന് തന്നെ എതിരാണ്. എനിക്ക് പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് എന്നെ ഏറ്റവും ബാധിക്കുക. ഇപ്പോൾ രാഷ്ട്രീയപരമായി നമുക്ക് ആലോചിച്ചാൽ എപ്പോഴാ ഇത് തുടങ്ങി, പാലസ്തീൻ്റെ കൂടെ നമ്മൾ എന്തുകൊണ്ട് നിൽക്കണം, ആ ചോദ്യത്തിനൊക്കെ ഉത്തരങ്ങളുണ്ടാവും. അതൊക്കെ ഉള്ളപ്പോൾ പോലും എനിക്കിത് എത്രയും പെട്ടെന്ന് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ഒബ്വിയസ്ലി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഇറ്റ് ഡസൻ മേക്ക് സെൻസ് എനിക്ക്. അതുകൊണ്ടും കൂടെയാണ് അവിടെ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം ഇപ്പോൾ തൽക്കാലം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് നിൽക്കണം. പക്ഷെ ശരിക്കും എവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങിയത്, എന്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തിനേക്കാളും തലച്ച് നിൽക്കുന്നത് അതിൻ്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാച്ചുറലി പാലസ്തീൻ്റെ കൂടെ നിൽക്കാറേ അപ്പം തോന്നുന്നുള്ളൂ. പക്ഷെ അപ്പോഴും അതുകൊണ്ട് വേറൊരു സ്ഥലത്ത് ആളുകളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അങ്ങനെ ഞാൻ എന്തായാലും തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരിടത്തും ആരെയും കൊല്ലുന്നത് എല്ലാവരും മതി സ്ത്രീകളെയും കുഞ്ഞുണ്ട് മാത്രമല്ല, ഇപ്പോൾ ആണുങ്ങളെ കൊന്നാലും ആരെ കൊന്നാലും എനിക്ക് ആര് മരിക്കും ആരുടെ ഇതിലാണെങ്കിലും മരിക്കുന്നത്
നോട്ട് സംതിങ് ദറ്റ് ഇപ്പം ഗവൺമെന്റ് തീരുമാനിച്ചിട്ട് വധശിക്ഷ പോലും എനിക്ക് ഓക്കെ അല്ലാത്ത ഒരാളാണ് ഞാൻ, കൊല്ലുക ആ രീതിയിൽ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അതിന് തന്നെ എതിരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ പല രാജ്യങ്ങളും എക്സ്ട്രീംലി പവർഫുൾ രാജ്യങ്ങളുടെ സപ്പോർട്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ഇത്രയും മോശമായിട്ട് കണ്ടിന്യൂ ചെയ്യാതിരിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതൊന്നുകൊണ്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ്, അതുകൊണ്ടാണ് അന്ന് നിൽക്കുന്നത് ഉള്ളു. സോഷ്യൽ മീഡിയയിൽ അതൊക്കെ വരും. ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. ഞാൻ ഇത്രയും ഇതിങ്ങനെ എനിക്കൊന്നും അതൊക്കെ ഒരുപാട് ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്രിറ്റിസിസം ഉണ്ടാവട്ടെ, അതായത് ഇപ്പോൾ നമ്മൾ കാണാത്ത കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അതാണ് ക്രിറ്റിസിസം പറയുമ്പോൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വശം ആലോചിക്കാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാനായിരിക്കും. പക്ഷെ ഏതെങ്കിലും വശം ആലോചിക്കാമെന്ന് പറഞ്ഞു തരുമ്പോഴും അതൊരു വാട്ടർ ബോട്ടറി എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകുമ്പോൾ ഞാൻ അതിനെ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷേ ഓക്കെ ഇങ്ങനെയും ആലോചിക്കാം. പിന്നെ ഒന്നുമില്ലാണ്ട് വെറുതെ ആളുകൾ പറയുകയാണെങ്കിൽ അതിനെ ഞാൻ അത്ര പ്രാധാന്യം കൊടുക്കില്ല. പക്ഷെ എന്നെ ആലോചിപ്പിക്കുന്നു. ഈ ചില ആളുകൾ രസകരമായിട്ട് എഴുതപ്പോൾ നമ്മളൊക്കെ ഇത്രയും സൂക്ഷ്മമായിട്ട് എനിക്ക് നിരീക്ഷിക്കാൻ പറ്റിയില്ല. അത് ശരിയാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അൾട്ടിമേറ്റ് ശരിയെന്നൊന്നും ആര് ചെയ്യുന്ന കാര്യത്തിന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പോൾ ഒരു ചിന്ത മുമ്പോട്ട് ഒരാൾ വെക്കുമ്പോൾ അതിനെ വേറെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് നല്ല കാര്യം. ഈ പലസ്തീൻ ബാഗ് വന്നപ്പോഴാണ് ഇവിടെ ബിരിയാണി ഭയങ്കര ചർച്ച ചെയ്തു. ബിരിയാണി എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അവാർഡ് വാങ്ങിക്കുകയും വളരെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത സിനിമ ഇത്രയും ഹെവി ക്രിറ്റിസിസം വരുമ്പോൾ യു ഓൾസോ സെഡ് അതിന്റെ ആശയങ്ങളും പൂർണ്ണമായി യോജിക്കുന്നില്ല. ബിരിയാണി എന്ന സിനിമയില് കനി എന്തൊക്കെയാണ് യോജിക്കാതെ വരാൻ? ഇപ്പം അല്ലാതെയും ഇതിന് മുമ്പേ ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ്. ആക്ച്വലി സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞതാണ് ആക്ച്വലി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് നേരത്തെ പറയല്ലേ അവാർഡ് കിട്ടിയപ്പോഴാണോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? അത് ശരിയാണ്, അപ്പോഴാണ് നമ്മൾ പറയുന്ന ആളുകൾ കേൾക്കുന്നുള്ളതെന്ന് തോന്നുന്നു. അതിപ്പം എനിക്ക് ഇപ്പോൾ സജിൻ ഇതിൻ്റെ കഥ പറയുന്ന സമയത്ത് സജിൻ ഇസ്ലാമോഫോബിക്കായിട്ട് എഴുതാം എന്നും പറഞ്ഞിരുന്ന് എഴുതി എന്നല്ലത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്കത് വായിക്കുമ്പോൾ ഇയാളിനി ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇത് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, കാണുന്ന ഒരാൾക്ക് ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് ഈ മതം എന്ന് പറഞ്ഞ ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യും എന്നുള്ളത് ഉണ്ട് എന്ന് തോന്നി. അപ്പോൾ ഞാൻ സജിനോട് ചോദിച്ചു, സജിൻ ഇതെന്താ ഇങ്ങനെ എഴുതുന്നത്, ഇത് ഇങ്ങനെ വേസ്റ്റാണെന്ന് ചോദിച്ചു. സജിൻ പറഞ്ഞു, എൻ്റെ കനിത എൻ്റെ കഥയാണ്, എൻ്റെ സിസ്റ്ററും ഞാനുമായിട്ടുള്ളതാണ്. എനിക്ക് അതിലെ പാട്രിയാർക്കിയും അതിനകത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും സംസാരിക്കണം. അതിപ്പോൾ ആരുണ്ടായാലും ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഒരു സൈഡ് ഉള്ളപ്പോഴും എന്ത് സിനിമകളാണെങ്കിലും ഇപ്പം ഈ ബിരിയാണി മാത്രമൊന്നുമല്ല, ഇവിടെ വന്നിട്ടുള്ള പല അങ്ങനെ ക്രിട്ടിസൈസ് ഇപ്പം ഞാനും സിനിമ കാണുമ്പോൾ ഈ സിനിമയിൽ ഇവരിങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ പലപ്പോഴും മേക്കേഴ്സ് ഞങ്ങൾ പക്ഷെ അതൊന്നും ആലോചിച്ചില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറയും. അതുപോലെ തന്നെയാണ് സജിനും പറഞ്ഞത് എനിക്ക് തോന്നിയത്. പക്ഷെ സജിൻ അതൊന്നും ആലോചിച്ചിട്ടില്ലെങ്കിലും സജിൻ്റെ എഴുത്തിലും സജിൻ എടുക്കുന്ന രീതിയിലും സജിൻ അതിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലും അതിനെ ഇസ്ലാമോഫോബിക്കായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളൊരു സാധ്യത ഞാനും കണ്ടു, ബാക്കിയുള്ളവർ കാണുന്ന പോലെ. അതേസമയം അങ്ങനെ ഇല്ല എന്ന് കാണുന്നതും കുറേ ആൾക്കാരുണ്ട്, സജിൻ ഉൾപ്പെടെ. ഹീസ് എ മേക്കർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടാവുന്ന കഥകളിൽ നിന്ന് മാറി നിൽക്കാതെ ആലോചിക്കാം, അല്ലെങ്കിൽ ചെയ്യാമെന്നും ആലോചിക്കാം. അഗെയിൻ ഞാൻ ചെയ്തിട്ടുള്ള 2-3 വർക്ക് ഒഴിച്ച് നാടകങ്ങളും 2-3 ഒഴിച്ച് എല്ലാത്തിലും എനിക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ട്, മെയിൽ ഗേസ് പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകളെ ഭയങ്കര മോശമായിട്ട് കാണിക്കുന്ന നാടകങ്ങളും ചെയ്തിട്ടുണ്ട്, ഞാൻ സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് തുടർച്ച ക്യാരക്ടർ ചെയ്തു, പിന്നെ ഇതിനിങ്ങനെ അവാർഡ് കിട്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോലും ഈ സിനിമ എടുത്ത 2018 തുടക്കത്തിലാണ്. ഇത് 2020 എന്തോ അല്ലേ ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ എനിക്കന്ന് ഞാനിങ്ങനെ സിനിമ ഇറങ്ങുന്ന പോലും ഉണ്ടാവില്ല. ഒരാൾ ആകെ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ ചെറിയ പൈസയിലാണ് ചെയ്തിരിക്കണത്. എനിക്ക് കിട്ടിയ പൈസ എല്ലാം കൊണ്ട് ഇത് ആരും കാണാൻ പോലും പോകുന്നില്ലായിരിക്കും. ഇദ്ദേഹം ഇങ്ങനെ എടുക്കുമെന്ന് ചെയ്തേലും ഫെസ്റ്റിവലിൽ പോവായിരിക്കും. അപ്പം ഓക്കെ, അപ്പോഴും ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ ആവും. അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയം പറഞ്ഞത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഡയറക്ടറിന് അതല്ല ഉദ്ദേശിക്കുന്നതെന്നും
അയാൾ പാട്രിയാർക്കിയാണ് ചോദ്യം ചെയ്യണതും അതിനകത്തുള്ളതെന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും. പക്ഷെ അപ്പോഴും നമ്മുടെ ഈ രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിങ്ങനെ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ഞാനത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ബുദ്ധിമുട്ട് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ രാഷ്ട്രീയം മാത്രമല്ല പ്രശ്നമായിരുന്നത്. ഇപ്പം എനിക്ക് ഇത് പറയുമ്പോൾ എല്ലാവരും എനിക്കതിൻ്റെ അതിനകത്തെ കഥാപാത്രം അതാണല്ലോ മെയിൻ കഥാപാത്രം. അവരിങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നം കഴിഞ്ഞ് ഇതിങ്ങനെ എനിക്ക് അങ്ങനെ ഒരു കഥാപാത്ര സൃഷ്ടി തന്നെ എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇങ്ങനെ മനുഷ്യർ ജീവിക്കുമോ, ഇവർ ഒരു സെക്കൻഡെങ്കിലും എന്തെങ്കിലും ചിരിക്കുന്നു, ഒരു സിനിമ കണ്ട് ചിരിക്കുന്നു, എന്തെങ്കിലും ഇവർക്ക് വേറെ ലോകമൊന്നും ഇല്ലേ എന്ന് നമുക്ക് തോന്നും. അതൊക്കെ എനിക്കിപ്പം ഞാൻ പറയും സജിൻ എന്താ ഇങ്ങനെ എഴുതുന്നത്, ഇത് ഒരാൾ ഇനി ഇനി ഒന്നും വരാനില്ല അങ്ങനെയൊക്കെ ഒരുപാട് സൗന്ദര്യശാസ്ത്രപരമായിട്ടൊക്കെയും എനിക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് ചെയ്യില്ല. വേറെ എനിക്ക് കുറെ കൂടെ രസകരമായിട്ട് കാര്യങ്ങൾ കാണിക്കാൻ പറ്റണം. നമ്മളൊരു കാര്യം ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും അതിൽ കുറേ അപ്സേർഡും രസമുള്ള കാര്യങ്ങളൊക്കെയും കൂടെ ചേർന്നിട്ടാണല്ലോ ജീവിതം. അപ്പം ആ ഒരു സജിൻ്റെ കാഴ്ചയൊന്നും എനിക്ക് ഭയങ്കര ഒറ്റ രീതിയിൽ മാത്രം കാണണം അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ അതിനുള്ള ഓഡിയൻസും ഉണ്ട്, അത് എടുക്കുന്ന തരം ആൾക്കാരുണ്ട്. അപ്പം ഞാൻ സജിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് എസ്തെറ്റിക്കലിയും എൻ്റെ ഒരു ടൈപ്പ് സിനിമയല്ല, പൊളിറ്റിക്കലി എനിക്കിതിങ്ങനെ സജിൻ ഉദ്ദേശിച്ചില്ലെങ്കിലും അത് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പം ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യണോ വേണ്ടേന്ന് ഞാൻ ആലോചിക്കും. അപ്പം ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് വേറെ ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യൂ, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരൂ. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഒരു നടി എന്നുള്ളതിലൊരു ത്രൂ ആയിട്ടൊരു ക്യാരക്ടർ കിട്ടണം. അപ്പം നമ്മൾ അത് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ആ ഗ്രാഫ് പറ്റുമോ ഇല്ല, അങ്ങനെയൊക്കെ ഒരു അതുമുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യത്തിലാണ് ചെയ്യണേ. പിന്നെ ഇപ്പോഴൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒക്കെ പറഞ്ഞു തന്നെയാണ്, ഇതെല്ലാം പറഞ്ഞതാണ്. പിന്നെയും അല്ല, ആളുകൾ ക്രിട്ടിസൈസ് ചെയ്ത പക്ഷേ എനിക്ക് ഇപ്പം ചിലർ ചോദിച്ചു ഇപ്പോൾ ഇത് ഇങ്ങനെ പറയണോ, അങ്ങനെ ഞാൻ വിചാരിക്കില്ല. എനിക്ക് തോന്നി നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ ഇപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഇല്ലാണ്ട് ഇപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം ഇതാവുന്നത് മൈനസായി പോകുന്നു അങ്ങനെയല്ല ഞാൻ വിചാരിക്കണേ. നിങ്ങൾ പക്ഷേ ഇതും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനൊരു സിനിമയുടെ ഭാഗം നിങ്ങളായി. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നിട്ടോ അറിഞ്ഞിട്ടോ ചെയ്തു, അല്ലെങ്കിൽ ഓക്കെ നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞു, അതെല്ലാം കൂടി ചേർന്ന് തന്നെയാണ് ഞാൻ. അപ്പോൾ ആളുകൾക്ക് ഇൻറ്റഗ്രിറ്റിക്ക് ഒരു പ്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഫലം ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാണ്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ട് വളർന്നിട്ടുമുണ്ട്, ചുറ്റും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ എനിക്ക് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ എനിക്ക് നടി എന്നുള്ള നിലയിൽ അങ്ങനത്തെ ഇൻറ്റഗ്രിറ്റി സൂക്ഷിച്ചും ജീവിക്കാം. പക്ഷെ അപ്പോൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ 5-6 വർഷം കൊണ്ട് ഒരു വർക്കൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം അല്ല എനിക്കുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇനിയാണെങ്കിൽ ചെയ്യേണ്ടി വന്നാൽ ചെയ്തിട്ട് വരും. അങ്ങനെ വേറെ ഏതെങ്കിലും വരുമാനമൊക്കെ ഉണ്ട്, നമുക്ക് വല്ലപ്പോഴും ചെയ്താൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു, കാരണം ഇൻറ്റഗ്രിറ്റി സൂക്ഷിക്കുന്നത് നല്ല നല്ല സുഖമുള്ളൊരു കാര്യമാണ് സത്യത്തിൽ. നമുക്കൊരു സുഖം തോന്നും. അപ്പോൾ അത്ര സന്തോഷത്തോടെ അല്ല ചെയ്യുന്നതെങ്കിലും ഈ പറഞ്ഞ പോലെ വർക്ക് അങ്ങനെ അത്രയും പ്ലെൻറ്റി ഓഫ് രസമുള്ള വർക്കുകൾ വരുന്ന സമയത്തെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പറഞ്ഞ സജിൻ്റെ അടുത്ത് ഇതൊക്കെ സംസാരിച്ച് എല്ലാം ഓപ്പണായിട്ട് എൻ്റെ എല്ലാ സ്റ്റാൻഡും പറഞ്ഞിട്ട് വർക്ക് ചെയ്യുമ്പോഴും സജിൻ അത് ആസ് എ ഡയറക്ടർ ചോദിച്ചു, അയാൾ എന്നുവെച്ചാൽ നമുക്ക് ഒരു ഡയറക്ടറിനൊരു ഇതെന്ത് നടി ആൾക്കൊരാഗ്രഹം ഉണ്ടാവില്ല ഇതിനെ ഫുള്ളായിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരാൾ ചെയ്യണമെന്ന്. പക്ഷെ എനിക്കൊന്നും ആളും ആ രീതിയിൽ ഭയങ്കര ഓപ്പൺ മൈൻഡായിട്ട് ഞാൻ പറയും. ഓക്കെ, ഇത്ര അഭിപ്രായത്തിലുള്ള ഒരാളാണെങ്കിലും ആളുടെയാണ് വിഷൻ. ഇപ്പം പായലിൻ്റെ സിനിമയാണെങ്കിലും ഞാൻ വരയ്ക്കുന്നത്, പായലിൻ്റെ സിനിമ എനിക്ക് ഇഷ്ടപ്പെടുമ്പോഴും എൻ്റെ ഒരു എസ്തെറ്റിക്സ് ഒന്നും അല്ല, അതും എനിക്ക് ഇഷ്ടക്കേടുള്ളതല്ല, പക്ഷെ എൻ്റെതല്ല. പക്ഷേ എനിക്ക് പായലിൻ്റെ വിഷനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവിടെ. അത് ഇഷ്ടപ്പെടോ അല്ലെങ്കിൽ ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന പല കാരണങ്ങളുണ്ടാവാം ഒരു ആക്ടറിന്. പക്ഷെ അപ്പോഴും എനിക്ക് ചെയ്തതിൽ ഇഷ്ടം ആണ് പായലിൻ്റെ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഗേൾസ് വിൽ ബി ഗേൾസ് ഇഷ്ടമാണ്. ചില സിനിമകൾ ഈ പറഞ്ഞ പോലെ ബിരിയാണി മാത്രമല്ല, ഞാൻ ചെയ്ത എത്രയോ സാധനങ്ങൾ, നാടകങ്ങളും അതെ. ഒരുപാട് നാടകത്തിൽ ഡയറക്ടറുമായിട്ട് കരയുകയും ഇനി എനിക്ക് വയ്യ, നിങ്ങൾ വേറെ നാട്, എനിക്കിത് ചെയ്യാൻ വയ്യ, ഈ രീതിയിൽ ഡയലോഗ് ഒരു സ്ത്രീൻ്റെ കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ മെയിൽ ഗേസ് ഒക്കെ തോന്നുന്ന സഹിക്കാൻ മേത്ത നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും ആളുകൾ അറിയാത്തതുകൊണ്ടും അത് പിന്നെ ഒരിക്കൽ കളിച്ചു റെക്കോർഡഡ് അല്ല കൊണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഈ ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ എന്തോ ആദ്യമായിട്ട് അനുഭവിക്കുന്നൊരു, ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ ആ മാനസിക വിഷമം, നമുക്ക് ഫുള്ളി ആ ഒരു രീതിയിൽ നമുക്ക് എത്ര വ്യത്യസ്തത ഉള്ളപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ളത് ചെയ്യുന്നതും, വ്യത്യസ്തം ഉള്ളപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഓക്കെ എനിക്കിത് എന്നാലും ചെയ്യാൻ ഇങ്ങനെ ഈ കാരണങ്ങളോട് ചെയ്യണമായിരുന്നു എന്നുള്ളതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അത് പക്ഷെ ഒരു സിനിമയിലും ഒരു നാടകത്തിലൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിലൊക്കെയും ശ്രമിച്ചും നെഗോഷിയേറ്റ് ചെയ്തും അതിനുള്ളൊരു ഓക്കെ സ്പേസ് കണ്ടെത്തിയൊക്കെ തന്നെയാണ് ഞാൻ ഇതുവരെ ജീവിച്ചു വന്നത്. അപ്പം
അതല്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തി ചിലപ്പോൾ ഇല്ലായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും.